കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമായതുകൊണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രതിപക്ഷ അംഗങ്ങളുടെ നോട്ടീസിൽ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചേരുകയാണ് 24-നൊപ്പം. മിനിസ്റ്റർ, എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇന്ന് ആ വിഷയം കോടതിയിൽ വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കോടതിയിൽ വരുന്ന വിഷയത്തിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാം. അതേസമയം ഈ കോടതിയുടെ പരിഗണനയിൽ ജാമ്യാപേക്ഷ നിൽക്കെ തന്നെ പ്രതിപക്ഷം വലിയ നീക്കം നടത്തുന്നുണ്ട്. ഇപ്പം കോൺഗ്രസ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിരിക്കുന്നു. അതേപോലെ രൂക്ഷമായ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ന് പാർലമെന്റിൽ ഭൂരിഭാഗം കേരളത്തിൽ നിന്നുള്ള MP-മാരും ഇരു സഭകളിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊരു കീഴ്വഴക്കമാണ്. ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. ഒരു വിഷയത്തിൽ കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ മന്ത്രി പ്രതികരിക്കാൻ പാടില്ല മുൻവിധിയോടുകൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് പറയാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ എന്നും നിലനിൽക്കുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ BJPയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കും. ഞാൻ ഈ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നോട്ടീസ് നൽകിയത്. അതിൻ്റെ എല്ലാം അതെല്ലാം തീരുമാനിക്കും. അതെല്ലാം പാർലമെൻറ്റിൻ്റെ ക്രമാനുസരിച്ച് അത് നടക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഒരു കമൻറ്റും, കാരണം കോടതിയിൽ നിലവിലുള്ളത് കൊണ്ട് അത് പരിഗണിക്കുന്നത് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം, കോടതിയും പ്രത്യേകിച്ച് ജാമ്യാപേക്ഷയാണ്, ആ തീരുമാനം വന്നതിന് ശേഷം പിന്നെ കോടതിയും പറയുമായിരിക്കില്ല എന്തെങ്കിലും അഭിപ്രായം, അതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം വന്ന ശേഷം ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം വന്ന ശേഷം താൻ പ്രതികരണം അറിയിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.